വിസ്മരണീയ നിമിഷങ്ങളാണ്, വിസ്മരണീയ സന്ദർഭങ്ങളാണ്. അതിലേക്ക് ഇനി അല്പസമയം മാത്രമാണ് ബാക്കി. രാമൻ വടക്കുന്ന നീതലക്കാവിലമ്മയെ തിടമ്പേറ്റിയ രാമൻ വടക്കുന്നാഥ ക്ഷേത്രത്തിൽ വടക്കുന്നാഥനെ വണങ്ങിതാ പുറത്തേക്ക് ഇറങ്ങുകയാണ്. അല്പസമയത്തിനകം വാതിൽ നിന്ന് പുറത്തേക്ക് അക്ഷമരായി കാത്തിരിക്കുകയാണ്. അക്ഷമരായി മൊബൈൽ ഫോണുകൾ ഉയർത്തി, ക്യാമറകൾ ഉയർത്തിക്കൊണ്ട് ഒരു നിമിഷം പോലും ഒരു തുള്ളി വിഷ്വൽ പോലും നഷ്ടപ്പെടരുന്ന വാശിയിൽ നിൽക്കുന്ന കുറേയധികം ആരാധകരെ നമ്മൾ കാണുന്നു. അതിൽ പ്രായമായവരുണ്ട്, കുട്ടികളുണ്ട്, കുഞ്ഞുങ്ങളുണ്ട്. രാമൻ വേറെ ലെവലാണ് എന്ന് പറയുന്ന ഒരു കുട്ടിയെ നമ്മൾ കണ്ടു. അങ്ങനെ രാമനാരാധനയ്ക്ക് പ്രായഭേദങ്ങളില്ല, രാമനാരാധനയ്ക്ക് ജാതിഭേദങ്ങളില്ല, രാമനാരാധനയ്ക്ക് മതഭേദങ്ങളില്ല. എല്ലാവരും ഇങ്ങോട്ടേക്ക് രാമൻ എന്നുള്ള ഗജവിസ്മയത്തെ കാണാൻ വേണ്ടി ഇങ്ങോട്ടേക്ക് എത്തിക്കൂടി നിൽക്കും. നമ്മൾ കാണാം, റീത്ത് കാണുന്നുണ്ട്. ഇവിടെ ഒരു ചെറുപൂരത്തുള്ള ആള് തന്നെ ഇങ്ങോട്ടേക്ക് എത്തുന്നത്. ഇവിടുത്തെ മാത്രം കാഴ്ചയല്ല, രാമൻ എവിടെ ഇറങ്ങുന്നോ അവിടെയൊക്കെ രാമനെ കാണാം. രാമന്റെ ഫിറ്റ്നസ് പരിശോധനയ്ക്ക് വേണ്ടി വാഹനത്തിൽ കൊണ്ട് ഇറക്കുമ്പോഴും ഫിറ്റ്നസ് പരിശോധന കഴിഞ്ഞ് രാമനെ തിരികെ കയറ്റുമ്പോഴൊക്കെ നമ്മൾ കണ്ടതാണ് ഈ വലിയ ജനാരവം. ആരാധകരുടെ കാത്തിരിപ്പിന് വിരാമമിട്ട് ഏത് സമയവും രാമൻ ഇപ്പോൾ പുറത്തേക്ക് ഇറങ്ങാം എന്നുള്ളതാണ്. അവിടെ പോലീസ് ഉദ്യോഗസ്ഥർക്ക് നേരത്തെ പറഞ്ഞ ഈ പറയുന്ന 6 മീറ്റർ എന്നുള്ള വ്യത്യാസം ഉറപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട്. അതിനുശേഷം രാമന്റെ വരവിന് വേണ്ടി തന്നെയാണ് ഈ 6 മീറ്റർ അകലം 6 മീറ്റർ അകലം. ഇനി എത്രത്തോളം നിയന്ത്രണം ഉണ്ടെന്ന് പറഞ്ഞാലും രാമനോടുള്ള ആവേശത്തിൽ തരിപ്പ് പോലും കുറവ് വരുത്താൻ തയ്യാറല്ല ഈ പൂരപ്രേമികൾ. രാമൻ എന്ന് പറഞ്ഞാൽ ഈ വിശ്വാസമായ രാമൻ എന്ന് പറഞ്ഞാൽ എന്താണ്? രാമൻ എന്ന് പറഞ്ഞാൽ സ്വന്തം പ്രാണൻ പോലും തിരിക്കാൻ തയ്യാറുള്ള ഒരുപിടി മനുഷ്യർ ഇവിടെ ഉണ്ട്. അത് കേവലാർത്ഥത്തിൽ പറഞ്ഞാൽ ഒരുപക്ഷെ നമുക്ക് തമാശയെ തോന്നിയേക്കാം, പക്ഷെ അങ്ങനെയല്ല. സത്യം അതാണ്. രാമനോട് വൈകാരികമായി വളരെ ബന്ധമുള്ള എന്ന് പറഞ്ഞാൽ അതൊരു ഗജം, ഒരാന എന്ന നിലയ്ക്ക് അതിനെ അല്ല കാണുന്നത്. നമ്മുടെ വീട്ടിലുള്ള ഒരു മുതിർന്ന ഒരാളെന്നോ മറ്റോ ഒക്കെ കാണുകയാണ്. അല്പസമയത്തിനകത്താണ് അവിടെ പോലീസ് ഉദ്യോഗസ്ഥർ, സുരക്ഷാ ഉദ്യോഗസ്ഥർ 6 മീറ്റർ ദൂരപരിധി പാലിക്കാൻ മുന്നിൽ നിന്ന ആളുകളെ പിന്നിലേക്ക് ഇങ്ങോട്ടേക്ക് ആക്കുകയാണ്. അതിൽ അവർക്ക് രോഷമോ അമോഷമോ ഒന്നുമില്ല, അതൊക്കെ പാലിക്കാൻ അവർ തയ്യാറാണ്. അവർക്ക് ഒരു നോക്ക് രാമനെ കാണണം. രാമൻ നേരത്തെ നീതിലക്കാവലമ്മയുടെ തിടം പേറ്റിക്കൊണ്ട് പടിഞ്ഞാറേ നടയിലൂടെ വടക്കുന്നാഥന്റെ സന്നിധിയിലേക്ക് കടന്നപ്പോൾ കാണാൻ കഴിയാത്ത ആൾക്കാരാണ്. അവിടെ ഇതിന്റെ ഇരട്ടിയാൾ രാമൻ വരുമ്പോൾ രാമനെ വരവേൽക്ക് ഇരട്ടിയാളുണ്ടായിരുന്നു. അത് മാത്രമല്ല, നീതലക്കാവലമ്മയുടെ തിടം പേറ്റി ഇങ്ങോട്ടേക്ക് വരുന്ന ആ വഴിനീളെ രാമനെ കാത്തത് അതാ അവിടെ റീത്ത് കൊട്ടടുത്തടുത്ത് വരുന്നു, താളം മേളങ്ങൾ അടുത്തടുത്ത് വരുന്നു, ഇലത്താളം അടുത്ത് വരുന്നു. അല്പസമയത്തിനകം രാമന്റെ മുഖം ആ തെക്കേ ഗോപുരനടയിൽ ദർശിക്കാൻ കഴിയുമെന്ന പ്രതീക്ഷയിൽ തടിച്ചുകൂടി നിൽക്കുന്നത് 100 അല്ല, ആയിരങ്ങളാണ് റീത്ത് രാമനെ തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രൻ എന്ന ഒരു ഗജവിസ്മയത്തെ, എല്ലാ ലക്ഷണമൊത്ത ഒരു ഗജവിസ്മയത്തെ ഇത്രത്തോളം ആരാധകരുള്ള മറ്റാനകളുണ്ടോ എന്നറിയില്ല. ആനകളിലെ ആന, അല്ലെങ്കിൽ ആനകളിലെ രാജാതിരാജൻ വില്ലാളി വീരനൊക്കെ പറയാവുന്ന ആന തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രൻ അല്പസമയത്തിനകം ഇങ്ങോട്ടേക്ക് ഇറങ്ങുകയാണ്. രാമചന്ദ്രൻ മാത്രമല്ല, നീതലക്കാവിലമ്മയുടെ അവരുടെ എഴുന്നള്ളത്ത് കഴിഞ്ഞു. അത് വടക്കുന്നാഥ ക്ഷേത്രത്തിൽ പുറത്തേക്ക് ഇറങ്ങിയാണ്. പക്ഷെ ഇവിടെ മെയിൻ അട്രാക്ഷൻ, നേരത്തെയും ഘടകപൂരങ്ങൾ കടന്നുപോയതാണ്. ഘടകപൂരങ്ങൾ പല വാതിൽ കൂടി കടന്ന് ഈ തെക്കേ ഗോപുരനടയിൽ കൂടി ഇറങ്ങിപ്പോയ ഘടകപൂരങ്ങളുണ്ട്. ഇവിടെ പക്ഷേ അട്രാക്ഷൻ അങ്ങനെ ഇറങ്ങിപ്പോകുന്ന നീതലക്കാവിലമ്മയുടെ ഇറങ്ങിപ്പോക്ക് മാത്രമല്ല അട്രാക്ഷൻ. ആ അട്രാക്ഷൻ ഉറപ്പായും അത് തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രൻ കൂടിയാണ്. കൊമ്പുവിളി വരികയാണ്, കുഴൽവിളി വരികയാണ്. ഒരു രാജാവിനെ വരവേൽക്കാൻ എന്തൊക്കെ ചെയ്യണോ അതൊക്കെ ഇവിടെ ഉണ്ടാവുന്നുണ്ട്. രാജാവ് എഴുന്നള്ളുകയാണ്. ഇവിടെ തെക്കേ ഗോപുരനടയിൽ കൂടി രാജാവ് എഴുന്നള്ളുകയാണ്. ഇവിടെ ആവേശം പ്രകടമാണ്. രാമ 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 എന്നൊരൊറ്റ വിളിയിൽ ഇവിടെ ആവേശം പ്രകടമാണ്. ഏത് സമയവും തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രന്റെ ആ ഉയർന്ന മസ്തകം ഇവിടെ തെക്കേ ഗോപുരനടയിൽ പ്രത്യക്ഷപ്പെടുന്നതും അക്ഷമയോടെ കണ്ണു നടത്തി ഇവിടെ കാത്തിരിക്കുന്ന 100 കണക്കിന് രാമൻ ദാ വരികയാണ്. രാമൻ തെക്കേ ഗോപുരനടയിൽ ആരാധകരുടെ നീണ്ട കാത്തിരിപ്പിന് വിരാമമിട്ട് വടക്കുന്നാഥന്റെ തെക്കേ ഗോപുരനടയിൽ തലയെടുപ്പിന്റെ ആൾരൂപം തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രൻ വരികയാണ്. ഒരു മഹാശൈലം പോലെ ഒരു മാമല പോലെ വരികയാണ്. രാജാതിരാജൻ, പൂരപ്രമാണി, ഗജസാമ്രാജ്യത്തിൽ തിരുവായ്ക്കലുകളായില്ലാത്ത ഏകഛത്രാധിപതി സാക്ഷാൽ തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രൻ. രാമൻ ആരാധകരുടെ രാമേട്ട ലോകത്തിലെ 7 മഹാവിസ്മയങ്ങൾ പോലെ, കടല് പോലെ, കുടജാദ്രി പോലെ അളവ് കണ്ടോ, ആ നിൽപ്പും നിലവും കണ്ടോ, ആ വായുകുംഭം കണ്ടോ, ആ തലക്കര് കണ്ടോ എന്ന് ആർത്തു വിളിക്കുന്നു ആരാധകർ. ഞാനയല്ല, ഞങ്ങളുടെ ചങ്കിന്റെ വികാരമാണെന്ന് ആർക്കുന്നു ആരാധകർ. ഏതെങ്കിലും പൂരത്തിൽ രാമൻ വരുന്നതല്ല, രാമൻ വരുന്നിടത്താണ് പൂരം. ആനവംശത്തിന്റെ പ്രജാപതി. പ്രേക്ഷകരെ കാണുന്നത്
ദാനവംശത്തിന്റെ പ്രജാപതി തലയെടുപ്പത്തിൽ, തലപ്പൊക്കത്തിൽ, വായുകുംഭത്തിൽ, മസ്തകത്തിൽ, തുമ്പിക്കൈയിൽ ലക്ഷണമൊത്ത ദാന, ലക്ഷണമൊത്ത തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രൻ, ആരാധകരുടെ രാമൻ, രാമേട്ടൻ. ആരാധകർക്കത് മതി. ഈ തുമ്പിക്കൈ ഉയർത്തി ഈ ഒരു അഭിവാദ്യത്തിനായി എത്ര സമയമായി കാത്തിരിക്കുകയാണെന്ന് അറിയുമോ രാമന്റെ ആരാധകർ? ഇവിടെ രാമൻ ദാ ഇറങ്ങി നിൽക്കുന്നു. രാമൻ കടല് പോലെ ഇരുമ്പുന്ന ആരാധകർക്ക് ഇറങ്ങി നിൽക്കുകയാണ്. തുമ്പിക്കൈ കൊണ്ട് അഭിവാദ്യം ചെയ്യുകയാണ്. തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രൻ നീതലക്കാവിലമ്മയുടെ തിടം കയറ്റിത എഴുന്നള്ളത്ത് പൂർത്തിയാക്കി പുറത്തേക്ക് ഇറങ്ങുന്ന ആരാധകരെ സംബന്ധിച്ച് മനോഹരമായ കാഴ്ച. രണ്ടാമതും അഭിവാദ്യം ദാ ഇവിടെ കണ്ണെത്താ ദൂരത്തോളം കടല് പോലെ മനുഷ്യ മഹാസാഗരൻ ഇവിടെ ഇരമ്പുകയാണ്. രാമനെ ഒരു നോക്ക് കാണാൻ അവിടെ ക്യാമറ ഒരുപക്ഷെ രാമനെ സജ്ജീകരിച്ചുകൊണ്ടാണ്. ഇവിടെ ചുറ്റും നോക്കിക്കഴിഞ്ഞാൽ നിറയെ ഒരു ജനസാഗരമാണ് എന്ന് പറഞ്ഞാൽ അക്ഷരാർത്ഥത്തിൽ കടല് പോലെ. ഇത് ഈ ജനസാഗരം എവിടെ അവസാനിക്കുന്നു എന്നറിയാത്ത ഒരു ജനസാഗരം. തെച്ചിക്കോട്ടുകാവ് രാമൻ തന്നെ കാണാൻ ഇങ്ങോട്ടേക്ക് എത്തിയിരിക്കുകയാണ്. രാമൻ ആനകൾക്കൊരു വംശമുണ്ടെങ്കിൽ, ആനകൾക്കൊരു സാമ്രാജ്യമുണ്ടെങ്കിൽ അതിന്റെ മുടിചൂടാ മന്നൻ, അതിന്റെ രാജാതിരാജൻ, അതിന്റെ ഏകഛത്രാധിപതി എന്നൊക്കെ ഉറപ്പായും ഒരു വിശേഷണങ്ങൾ ഉറപ്പായും അർഹിക്കുന്ന ആനകളിലെ കേമൻ ദാ തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രൻ ആരാധകർക്ക് മുന്നിൽ നിൽപ്പാണ്. ആരാധകർക്ക് മുന്നിൽ രണ്ടാവർത്തി തുമ്പിക്കൈ ഉയർത്തി അഭിവാദ്യം ചെയ്ത് ആരാധകരെ സന്തോഷിപ്പിച്ച് വടക്കുന്നാഥന്റെ തെക്കേ ഗോപുരവാതിൽ തുറന്നിപ്പോൾ ഇതാ പുറത്തേക്ക് ഇറങ്ങുകയാണ്. ഇത് വടക്കുന്നാഥ സന്നിധിയിലേക്കുള്ള വരവ് കഴിഞ്ഞ് പൂർത്തിയായി പോകുന്ന പോക്ക് കൂടിയാണ്. പ്രേക്ഷകരെ, ഇവിടെ കടകപൂരങ്ങളിൽ ഏറ്റവും ഒടുവിൽ വന്നത് രാമന്റെ പുറത്തേറ് നീതലക്കാവിലമ്മയാണ്. നീതലക്കാവിലമ്മ ഇങ്ങോട്ടൊക്കെ പോവുകയാണ്. ഇവിടെ ഒരു ജനസാഗരമാണ്. ഇവിടെ വാക്കുകൾ പറഞ്ഞ് മനസ്സിലാക്കാൻ കഴിയില്ല. രാമനെ ഒരു നോക്കുകയാണ്. ഇവിടെ എത്തിയിരിക്കുന്ന നൂറുകണക്കിന് ആയിരക്കണക്കിന് ആളുകളെ ഇവിടെ കാണാം. അതിന്റെ നാലാതൽ വീണ്ടും പരന്നും പരപ്പിലും ആളുകൾ രാമനെ ഒരു നോക്ക് കാണാൻ ഇങ്ങോട്ടേക്ക് എത്തിയിരിക്കുകയാണ്. അവരുടെ ആഗ്രഹ സഫല പൂർത്തീകരണം. ഇവിടെ തെക്കേ ഗോപുര നടയും രാമനും തമ്മിൽ വല്ലാത്ത വൈകാരിക ബന്ധമാണ്. ആ നട തുറന്ന് രാമൻ പുറത്തേക്ക് ഇറങ്ങുന്നു. അസുലഭ കാഴ്ചയാണ് ആ കാഴ്ച കണ്ട ആരാധകർ അവരുടെ ഹൃദയം നിറയുന്നു, മനസ്സ് നിറയുന്നു. ശ്രീജിത്ത്. ഹാഷ്മി താജ് ഇബ്രാഹിം തെക്കേ ഗോപുര നടയിൽ നിന്നുള്ള ദൃശ്യങ്ങൾ, വിവരങ്ങൾ പങ്കുവെക്കുകയായിരുന്നു. ഇപ്പോൾ പ്രേക്ഷകർ കാണുന്നത് തെക്കേ ഗോപുര നടയിലൂടെ നെയ്തലക്കാവിലമ്മയുടെ തിടമ്പേറ്റി തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രൻ പുറത്തേക്ക് ഇറങ്ങുന്ന ദൃശ്യങ്ങളാണ്. ഒരുപാട് പേർ ഈ മനോഹരമായ കാഴ്ചയ്ക്കായി കാത്തിരിക്കുന്നുണ്ടായിരുന്നു. മണിക്കൂറുകളോളം അവിടെ കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു. അവരുടെ മനം നിറച്ചുകൊണ്ട് തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രന്റെ പുറത്തേറി നെയ്തലക്കാവിലമ്മ പുറത്തേക്കിറങ്ങി ആ ചടങ്ങും പൂർത്തിയാവുകയാണ്. ഇനി ഇലഞ്ഞിത്തറ മേളം പോലുള്ള പൂരത്തിന്റെ ഹൈലൈറ്റ് എന്ന് പറയാവുന്ന ചടങ്ങുകളാണ്, ദൃശ്യമനോഹരമായ കാഴ്ചകളാണ് ഇനി പൂരപ്രേമികളെ കാത്തിരിക്കാൻ പോകുന്നത്. തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രന്റെ ഈ ഇറക്കം കാണാൻ കാത്തിരിക്കുന്ന ജനങ്ങൾ എത്രത്തോളം ഉണ്ട് എന്നുള്ളത് നമുക്ക് ആ ദൃശ്യങ്ങളിൽ നിന്ന് മനസ്സിലാവുന്നതാണ്. പൂരം അതിന്റെ ഏറ്റവും മനോഹരമായ കാഴ്ചകളിലേക്ക് കടക്കാൻ പോകുന്നു. വടക്കുന്നാഥന്റെ സന്നിധിയിൽ തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രൻ കൂടി എത്തുമ്പോൾ ആനപ്രേമികൾക്കത് ഇരട്ടി ആവേശമായി മാറുന്നുണ്ട്. നെയ്തലക്കാവിലമ്മയുടെ തിടമ്പേറ്റി നിൽക്കുന്ന രാമനെയാണ് ഇപ്പോൾ നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്നത്. തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ തെക്കേ ഗോപുര നടയിൽ നിന്ന് കണ്ടു